ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ആദ്യം കടക്കുന്നത് ഡൽഹിയിലേക്ക് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് ഡൽഹിയിൽ നടന്നിരിക്കുന്നു. കോൺഗ്രസ് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ആ ചർച്ചയിൽ പ്രധാന ആവശ്യമായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ തീരുമാനമാകാത്തതിനാൽ ഇന്നത്തെ ചർച്ച പരാജയം എന്ന് വേണം വിലയിരുത്താൻ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരെ FIR പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു ഈ പ്രതിനിധികൾ കേന്ദ്രത്തിന് മുന്നിൽ ഇന്ന് വെച്ചിരുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ അനുകൂല പ്രതികരണമായിരുന്നില്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നാളെ വരെ കേന്ദ്ര സർക്കാരിന് സമയം നൽകിയിരിക്കുകയാണ്. CJP രാജിക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് CJP അറിയുന്നത്. ഇനി രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള സൂചനയും നൽകിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് തീരുമാനം അറിയിക്കാമെന്ന് സർക്കാരും അറിയിക്കുന്നു. पूरे देश भर में इस समय जहां अलग अलग आंदोलन चल रहे हैं, पूरे देश के युवाओं में जो गुस्सा है, जो आक्रोश है, एक सेंटीमेंट है, वो बहुत क्लियर सेंटीमेंट है दैट धर्मेंद्र प्रधान हैज टू रिजाइन और ही नीड्स टू बी सैक्ड। सरकार से इस बारे में विस्तृत चर्चा हुई है। सरकार ने इस मुद्दे पर, इस पॉइंट पर जवाब देने के लिए कल दोपहर तक का समय मांगा है। हमने सरकार को बता दिया है कि पूरे देश भर में इस समय प्रदर्शन चल रहे हैं, जो प्रदर्शन बढ़ते जाएंगे और अगर हमें जल्द ही धर्मेंद्र प्रधान का इस्तीफा या बर्खास्तगी नहीं मिली तो ये प्रदर्शन और व्यापक होंगे और जल्द ही कांग्रेस जनता पार्टी को एक और नेशनल कॉल देना होगा। आज हम आंदोलनकारी लोगों के विषयों पर चर्चा करने के लिए यहाँ आए थे। लगभग 2 घंटे बातचीत चली। सरकार की ओर से मैं और मेरे साथ भारत सरकार के मंत्री जितेंद्र सिंह बातचीत में शामिल हुए। उनकी बातें हमने सुनी। बातें सौहार्दपूर्ण वातावरण में हुई और कई दृष्टि से सारी बातों पर हर तरीके से चर्चा हुई। उनकी मुख्यतः 3 डिमांड थी और 5 सुधार के दृष्टि से परीक्षा के सुझाव हुए। हमने उनको कहा है कि हम कल आपके साथ दोपहर बाद मिलेंगे और फिर हम अपने जो चर्चा वो आपको बताएंगे। അതാണ് CJPയുടെ 2 ആവശ്യങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത്. ആ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട CJPയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതിന് നൽകിയിരിക്കുന്ന സമയമാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ബോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. അത് എങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടതുള്ളത്. അതൊരു പക്ഷേ ഏത് രീതിയിൽ ആ ബോൾ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും മുമ്പോട്ടുള്ള സർക്കാരിനെ സംബന്ധിച്ചും CJPയെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പോക്ക് ഏത് രീതിയിലായിരിക്കും, എത്രത്തോളം സ്മൂത്ത് ആയിരിക്കും. ഇനി അതല്ല മറിച്ചാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത് നാളെ എന്നതിനൊക്കെയുള്ള ഉത്തരം നാളെ ഉച്ചയ്ക്കാണ് വീണ്ടും ചർച്ച പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ചിരുന്ന ആവശ്യപ്പെട്ടിരുന്ന 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത്, ആ ആവശ്യങ്ങളാണ് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇതുവരെ അംഗീകരിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല. നമുക്കതിലേക്ക് വിശദമായി വരാം. പക്ഷേ ഇന്ന് ഏറ്റവും സുപ്രധാനമായി എടുത്തൊരു തീരുമാനം, രാജ്യത്തെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശിക്ഷ കൂട്ടാനുള്ള ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളതാണ്. തിങ്കളാഴ്ച ആ ബിൽ ലോക്സഭയിൽ വരും. 10 കോടി വരെ പിഴ ചുമത്താനും 10 വർഷം വരെ തടവിനുമാണ് ആ ബില്ലിലുള്ള വ്യവസ്ഥ. കേസുകളുടെ വിചാരണ 3 മാസത്തിൽ പൂർത്തിയാക്കാനും ഈ ബില്ലിൽ പറയുന്നുണ്ട്. പ്രധാൻ രാജിവെക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞല്ലോ. അത് തുടക്കം മുതലേയുള്ള ആവശ്യമാണ്. അതിനുശേഷം എത്രയെത്ര ആവശ്യങ്ങൾ, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം കൂടി ഈ സമരത്തിലേക്ക് ചേർന്നതോടുകൂടി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യം ഉയർന്നിരുന്നു. കൂടാതെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പലയിടത്തും നടന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നു. പക്ഷേ ഇതിന്റെ എല്ലാം അവസാനം എത്തി നിൽക്കുന്നത്, ഇനി ഇതെല്ലാം അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഇതിലെല്ലാം വിട്ടുവീഴ്ച നടത്തിയാലും
ഈ പറയുന്ന രാജിക്കാര്യത്തിൽ നിന്ന് ഒരനക്കവും ഉണ്ടാകില്ല എന്ന് CJP ആവർത്തിച്ച് പറയുന്നതാണ് നമ്മൾ കണ്ടത്. ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കും എന്ന് വിദ്യാർത്ഥികൾ ഇന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളെ കേൾക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിന്മേലാണ് 26 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരം സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് വ്യാഴാഴ്ച അവസാനിപ്പിച്ചത്. അതായത് ആ സമരം അവസാനിപ്പിച്ചതിന് ഇന്നലെ ആ സമരം അവസാനിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നു. പക്ഷേ സോനം വാങ്ചുക്കിന്റെ ആ വഴിയിലാണോ CJP പോകുന്നത് എന്നതൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. തുടർന്ന് ഈ BJP പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അവരുടെ വാക്കുകളാണ് നേരത്തെ കണ്ടത്. JP നദ്ദയുടെ CJP വക്താക്കളായ സൗരവ് ദാസും അഷ്തോഷ് റാങ്കിയുമാണ് CJP പ്രതിനിധികളായും ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പം ആ ചർച്ച അത് വിജയമാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഘട്ടം. അതൊരിക്കലും വിജയമല്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കാത്തിടത്തോളം അത് വിജയം എന്നതിനെ പറയാൻ സാധിക്കില്ല. അതിലൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് നാളെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. CJP വിജയത്തിനരികിലോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CJPയെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു മാസത്തിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം അത് ചർച്ചയിലേക്ക് എത്തിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CJPയെ സംബന്ധിച്ച് ഒരു പകുതി വിജയത്തിലേക്ക് കാര്യങ്ങൾ കടന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പ്രതിഷേധ സമരം ഇത് ഇത്ര ശക്തിയാർജിക്കുമെന്നോ ഇല്ലെങ്കിൽ ഇത്ര ശക്തിപ്പെടുമെന്നോ ഇത്രയധികം ആളുകൾ അങ്ങോട്ട് എത്തുമെന്നോ ഇത്രയധികം വിദ്യാർത്ഥികളുടെ പിന്തുണയുണ്ടാകുമെന്നോ ഇന്ത്യയൊട്ടാകെ ഈ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ അണിനിരക്കുമെന്നോ ഒന്നും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് തുടക്കത്തിലെ ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടിനെ പോലും ആ തുടക്കകാലത്ത് കേന്ദ്ര സർക്കാർ ഭയന്നിരുന്നില്ല എന്നതാണ് നമുക്ക് വ്യക്തമാവുന്നത്. പക്ഷേ പിന്നീട് സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഏറ്റെടുത്തപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അവിടെ ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പിന്നീട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ചില അയവ് വരുത്താം, ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാം, വേണമെങ്കിൽ ഒരു ചർച്ചയോ ഇല്ലെങ്കിൽ ഒരു അനുനയ ശ്രമമോ നടത്താം എന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയത്. അത് എത്രത്തോളം അപകടമാണ് ഇതിങ്ങനെ തുടർന്നു പോയാൽ എന്നുള്ളത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയ സമയത്താണ് ഈ പറയുന്ന വിജയം എന്നുള്ളതിന്റെ ആദ്യപടി CJP കയറിയത് എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. ഇനി ഈ സമരത്തിൽ ഭിന്നതയുണ്ടെന്നുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. സോനം വാങ്ചുക്കും CJPയും രണ്ട് വഴിക്കായി എന്നുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായിരിക്കും ഈ സമരത്തിന്റെ ഭാവി എന്ന ഏറ്റവും വലിയ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിക്കുകയാണെങ്കിൽ ഈ സമര രീതിയെ ചൊല്ലി സോനം വാങ്ചുക്കും CJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നത്തെ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഹങ്കർ സ്ട്രൈക്ക് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആ നിരാഹാര സത്യാഗ്രഹം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് JP നദ്ദയിൽ നിന്ന് വെള്ളം സ്വീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം അത് കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് CJP ഇത് തുടരുന്നു? ഈ പ്രതിഷേധം എന്തിനു തുടരുന്നു? കേന്ദ്രത്തിന്റെ അടുത്ത് അത് നേരത്തെ തന്നെ പറയുന്നതാണ്. സോനം വാങ്ചുക് പണ്ട് ഗാന്ധിജി നടത്തിയതുപോലെയുള്ള ഒരു സത്യാഗ്രഹമാണ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം കേന്ദ്രം ഒരു തരത്തിൽ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇവരുടെ കാര്യങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ടാണ് സോനം വാങ്ചുക് മാത്രം ഇത് അവസാനിപ്പിച്ചത്? CJP എന്തുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക്കും CJPയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വെളിവാകുന്നുണ്ട് ഈ സമരത്തിന്റെ 33ാം ദിവസത്തിൽ. വരും ദിവസങ്ങളിൽ CJP സമരത്തിന്റെ ഭാവി എന്താകും എന്നത് അറിയേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രിയുമായുള്ള കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു 5:30 മുൻപായിട്ടാണ് സോനം വാങ്ചുക് നിലപാട് വ്യക്തമാക്കി പോസ്റ്റ് ഇടുന്നത്. അതായത് പ്രവർത്തകർക്കെതിരെ കേസെടുക്കില്ലെന്ന ഉറപ്പ് ലഭിച്ചാൽ ജന്തർ മന്ദറിലെ സമരം തൽക്കാലം അവസാനിപ്പിക്കാമെന്ന ആഹ്വാനമായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. അത് വളരെ ക്ലിയർ ആണ്. സോനം വാങ്ചുക്കിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സോനം വാങ്ചുക്
വാങ്ചുക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നത്, അത് എത്രത്തോളം ബുദ്ധിമുട്ടിയായിരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ, അത് JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിലൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള രീതിയിലായിരുന്നു വാങ്ചുക് കഴിഞ്ഞ ദിവസം അതിൽ പ്രതികരിച്ചത്. നീറ്റ് വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ആശുപത്രിയിലെത്തിയ കേന്ദ്രമന്ത്രിമാർ ഉറപ്പ് നൽകിയതായാണ് വാങ്ചുക് അവകാശപ്പെട്ടത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ വാങ്ചുക് പ്രതികരിച്ചിരുന്നു. രാജ്യത്തുടനീളം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 65 പാർലമെന്റ് അംഗങ്ങൾ തന്നെ സന്ദർശിക്കുകയോ സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തുകളിൽ ഒപ്പിടുകയോ ചെയ്തിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അഹിംസ ഇല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കുക, ഈ വിദ്യാർത്ഥികൾക്ക് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങൾ, അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ തമ്മിൽ ഇല്ലെങ്കിൽ അവിടെ വിദ്യാർത്ഥികൾ എന്ന വ്യാജേന, പോലീസ് എന്ന വ്യാജേന എത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള, സമരത്തിലുള്ളവർ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങൾ, അക്രമങ്ങൾ, അവർക്ക് ഏറ്റിരിക്കുന്ന പരിക്കെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒഴിവാക്കാനുള്ള മാർഗത്തിലേക്ക് സോനം വാങ്ചുക് മാറി എന്നതാണ്. പക്ഷേ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് സോനം വാങ്ചുക് പറയുമ്പോഴും അവിടെ ഈ ഭിന്നത എന്ന സ്വരമാണ് എടുത്തു കേട്ടത്. അതായത് വിദ്യാർത്ഥികളും CJPയും വാങ്ചുക്കും രണ്ട് തട്ടിലേക്ക് മാറി എന്നുള്ള തരത്തിലാണ് വിലയിരുത്തപ്പെട്ടത്. നമുക്ക് വാങ്ചുക്കിന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം കൂടുതലായിട്ട് അതിലേക്ക് എത്താം. और जो सरकार से इस तरफ से मंत्रीगण आए थे उन्होंने भी ये आश्वासन दिया, जिसका कि 2 दिन से हम बहुत ही कड़ा क्या कहेंगे, एक तरह का बार्गेन चल रहा था कि मुझे आश्वासन चाहिए और लिखित में चाहिए, और इसमें 2 दिन लगे और मुझे इसलिए अनशन पर 2 दिन और बैठना पड़ा, और ज़्यादा भी बैठ जाता तो आखिर में आज उन्होंने लिखकर आश्वासन दिया है। അതാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് സമരത്തിന്റെ ലക്ഷ്യം, സോനം വാങ്ചുക്കിന്റെ ലക്ഷ്യം എന്തായിരുന്നു, വിദ്യാർത്ഥികൾക്കൊപ്പം അദ്ദേഹം നിലകൊള്ളാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, സോനം വാങ്ചുക്കിന്റെ സമരങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ രീതി എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാം. അത് പക്ഷേ CJPയുമായി സോനം വാങ്ചുക്കിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായോ, ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ രണ്ട് തട്ടിലേക്ക് മാറിയതായോ, ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതുകൊണ്ട് ഈ സമരം പൊളിഞ്ഞുപോയി എന്ന് പറയാവുന്നയോ സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആഗ്മോ നടത്തിയ വിമർശനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ പിന്തുണയ്ക്കുന്നു CJP അക്കാര്യം വ്യക്തമാക്കുമ്പോഴാണ് ഇവിടെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്നു. അതായത് വാങ്ചുക്കിന്റേതും രാഹുൽ ഗാന്ധിയുടേത് ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുള്ള കാര്യം, അതായത് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഈ സമരത്തിന്റെ ഭാഗമായത് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനൽ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമോ ഇല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടൂളായിട്ട്, തുടക്കത്തിലെയൊക്കെ ധർമ്മേന്ദ്ര പ്രധാനൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ ഈ വിദ്യാർത്ഥികളെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടികൾ സ്വീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും സോനം വാങ്ചുക്കിന്റെ ഭാര്യയല്ല, മറ്റു പലർക്കും അക്കാര്യങ്ങളിൽ എതിർപ്പുണ്ടാകും. ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതിലേക്ക് രാഷ്ട്രീയം കലർത്തത് എന്നൊക്കെ പറയുമ്പോഴും അതിൽ രാഷ്ട്രീയത്തിലൂടെയല്ലേ ഇത് ഉയർത്തി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയല്ലേ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഇവരെ പിന്തുണയ്ക്കുന്നത്, എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും പിന്തുണയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഭിജിത് വിക്കയുടെ പാർട്ടി എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉയരും. പക്ഷേ വിദ്യാർത്ഥികളുടേത് വളരെ ന്യായമായ ആവശ്യങ്ങളായതുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ വളരെ ജെന്യൂൻ ആയതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ, ഏതാണ്ട് ഇന്ത്യയിലെ ഒരു 70% ആളുകളും അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് അത് ചീപ്പ് പൊളിറ്റിക്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷേ അപ്പോഴും സോനം വാങ്ചുക്കിന്റെയും കുടുംബത്തിന്റെയും ഇല്ലെങ്കിൽ
സോനം വാങ്ചുക്കിന്റെ ആളുകൾക്കും ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഒന്നും രണ്ട് വ്യത്യാസം, അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എന്ന് പോലും പറയാൻ സാധിക്കില്ല. ഇവരെല്ലാം വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അതിൽ ഇവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ഒരു ആരോപണം മാത്രമാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ പ്രതിപക്ഷ പാർട്ടികൾക്കാണ്. ഇനി നോക്കാം, രാഹുൽ ഗാന്ധി ഇന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം അതിരൂക്ഷമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറയുകയുണ്ടായി. മാത്രവുമല്ല, ഇന്നത്തെ ചർച്ചയിൽ രാജി എന്നതിലേക്ക് കേന്ദ്ര സർക്കാർ എത്താത്തതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് വലിയ സംശയങ്ങൾ ആളുകളിലേക്ക് എത്താൻ പോകുന്നത്. വിദ്യാർത്ഥികളുടെ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന യൂത്തിന്റെ ഭാവിയാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇല്ലെങ്കിൽ ആ രാജിയാണോ പ്രധാനപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന പ്രതികരണം കൂടിയാണത്. കാണാം. हमने पोजीशन क्लियर कर दी है, स्टूडेंट्स ने पोजीशन क्लियर कर दी है. जो उनकी मांग है उसे हम रिपीट कर रहे हैं. धर्मेंद्र प्रधान इज ए क्रिमिनल एजुकेशन मिनिस्टर. ही हैज टू बी रिमूव्ड. ही इज a symbol of the collapse of our education system. He has to go. He is the reason. He is the reason my brother has got shot. He is the reason thousands of people are outside. He has to go. വൈകാരികമായി രാഹുൽ ഗാന്ധി പറയുന്നതിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കാരണം ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ കണ്ടതാണ് എയർഗണിന്റെയും അല്ലെങ്കിൽ അന്ന് ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പിന്നീട് പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ നിലവിലെ ആരോഗ്യാവസ്ഥ നമ്മൾ കണ്ടതാണ്, മാനസികാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിമിനലാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജി ആവശ്യപ്പെടുന്നതിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റിദ്ധാരണ പരത്താനുള്ള സാധ്യത വന്നു ചേരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അത് പറയുമ്പോൾ പ്രശ്നമില്ല, CJPയുടെ പ്രതിനിധികൾ അത് പറയുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ അത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും, ഒരു പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും, അവർക്കൊപ്പം നിന്നത് പറയുന്നു എന്നുള്ളത്. പക്ഷേ അതിനെങ്ങനെയായിരിക്കും ഭരണകൂടം, ഭരിക്കുന്ന പാർട്ടി അത് പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിലാണ് ആശങ്ക. കാരണം മുന്നോട്ടുള്ള പോക്ക്, ഇവരുടെ സമരവുമായി മുന്നോട്ടുള്ള പോക്ക്, ഇതിലിപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളും ഈ സമരത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അതും ചില സമയങ്ങൾ, ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ മീറ്റിംഗിന് ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ബൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരണം ആയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെറിയ രീതിയിലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം അത് സസൂക്ഷ്മം നിരീക്ഷിക്കും എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. നമുക്കറിയാം, ഈ കോക്രോച്ച് ഇല്ലെങ്കിൽ കോക്രോച്ചുകൾ എന്ന് ആരാണ് വിളിച്ചത് ഈ വിദ്യാർത്ഥികളെ എന്നുള്ളത് നമ്മൾക്കറിയാം. തുടക്കം തന്നെ സുപ്രീം കോടതിയായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പലതവണ ഇക്കാര്യങ്ങൾ എത്തിയപ്പോൾ, കഴിഞ്ഞ ദിവസം പോലും വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചപ്പോൾ പറഞ്ഞത് ഇക്കാര്യങ്ങളിലൊന്നും ഇടപെട്ട് സമയം കളയാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നായിരുന്നു. ഇതിലൊന്നും അനാവശ്യ കാര്യങ്ങളാണ്, ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്നായിരുന്നു. ആ സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും ഭാവിയിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രത്തിന്. അപ്പോൾ കോടതി വരെ ഇളകി എന്നുള്ളതാണ്. എല്ലാം കർശനമായി നിരീക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭകർക്കെതിരായ പോലീസ് നടപടി ആവശ്യം പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ഈ ഹർജികളൊന്നും മുന്നിലില്ലെന്നും ഒരു കത്ത് മാത്രമാണ് ഉള്ളതെന്നും ചീഫ് ജസ്റ്റിസ് ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പം എവിടെയാണ് നിയമം നിൽക്കുന്നത്, എവിടെയാണ് ഭരണകൂടം നിൽക്കുന്നത്, എവിടെയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ നിൽക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സംവിധാനം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയും കൂടി തെളിവായി മാറുകയാണ് CJPയുടെ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഡൽഹിയിൽ നടക്കുന്ന സമരം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പലയിടങ്ങളിൽ നിന്നും പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നു. വിട്ടുവീഴ്ച ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, എപ്പോഴാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്, ഒരു അനുനയ ശ്രമത്തിന് തയ്യാറായത് എപ്പോഴാണ്? അത്രയധികം സമ്മർദ്ദം കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോഴാണോ ഒരു അനുനയത്തിലേക്ക് കടക്കാമെന്ന് കേന്ദ്രം ആലോചിച്ചത്, ഇല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്തിലേക്ക് എത്തിച്ചതിന്റെ കാര്യം നമ്മൾ കണ്ടു. അതിനുശേഷം ചർച്ച നടത്തിയത് കണ്ടു. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാമെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു. ഒരു കാലത്ത് നമ്മൾ കാണാതിരുന്ന നരേന്ദ്രമോദിയെ ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണമായി നമുക്ക് കാണാൻ ഇന്നലെ രാത്രി 12 മണിക്ക് സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ ഒരു ഇളക്കം സംഭവിച്ചു വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭത്തിൽ എന്ന് തന്നെ വേണം പറയാൻ. ആ
പ്രക്ഷോഭത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു പരിഗണനയിലേക്കോ, വിദ്യാർത്ഥികളുടെ സമരത്തെയൊക്കെ പുച്ഛത്തോടെ തുടക്കത്തിലെ തള്ളിക്കളഞ്ഞ കേന്ദ്ര സർക്കാരാണ് പിന്നീട് ഇത് പരിഗണിക്കാമെന്നും ഈ വിഷയങ്ങൾ കൃത്യമാണ്, വിദ്യാർത്ഥികളുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ വന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ, ഈ പ്രശ്നം ഇല്ലാതാക്കാൻ, കാരണം രാഷ്ട്രീയമായി ഇവർക്കുണ്ടാകാൻ പോകുന്ന ബാധ്യത ഇല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇവർക്കുണ്ടാകാൻ പോകുന്ന ആ വീഴ്ച ഇല്ലാതാക്കാൻ വേണ്ടി ഇത് പരിഹരിക്കണം, എന്ത് വില കൊടുത്തും എന്ന് പറഞ്ഞ് ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മുന്നോട്ട് വരുന്നു. അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളെ ഇറക്കുന്നു. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം വ്യാപിക്കുമെന്ന് മനസ്സിലാക്കി അവിടെയും ഇത് ചർച്ചയ്ക്കിടുന്നു. ബില്ല് പാസ്സാകുന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആ ബില്ല് സഭയിലെത്തുകയും ചെയ്യും. അപ്പം അത്തരം നീക്കങ്ങൾ കേന്ദ്രം നടത്തുമ്പോൾ ഇത്ര കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ഊന്നി നിൽക്കുന്നത് ശരിയാണോ എന്ന് ഞങ്ങൾ ചില ആളുകളോട്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് ചോദിച്ചിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല. ഇവിടെ നമുക്കൊരു റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾ പറയുക തന്നെ ചെയ്യും, അത് അവർ കേൾക്കുകയും വേണം. ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 12 വർഷമായിട്ട് മോദി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയത് പട്ടിണി കിടന്നും അവകാശ സമരങ്ങളിലൂടെയും അല്ലെങ്കിൽ രക്തസാക്ഷികളായും കൊന്നും കൊടുത്തൊക്കെ നേടിയ സ്വാതന്ത്ര്യമാണ്. അത് നരേന്ദ്രമോദിയോ ധർമ്മേന്ദ്ര പ്രധാനോ പോലുള്ളവർ താമര വിരിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സാധനമല്ല. അപ്പം നമുക്ക് നമ്മളതായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മളതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ സമാധാനപരമായിട്ട് സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ചോര ചിന്തി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റം മാറ്റിയില്ലെങ്കിൽ പിന്നെ എന്തായാലും കുറേ കുട്ടികളുടെ ലൈഫ് പോകും. ഇങ്ങനെ നീറ്റ് എക്സാം ലീക്കായി കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഒരു കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നല്ലേ. നമുക്ക് വേണ്ട ഡിസേർവിംഗ് ആയിട്ടുള്ള റൈറ്റ് കിട്ടണം, അതാണ് മെയിൻ ലക്ഷ്യം. We feel like we have to fight for our rights because the democracy isn't working here anymore. ഇപ്പം നമ്മളൊന്നും ആക്ഷൻ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഇനിയും കുറേ കാലം കഴിയുമ്പോൾ, ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചാലേ ചിലപ്പോൾ അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഈ ആവശ്യമുള്ള നെയിം ടാഗും ഇല്ലാതെയൊക്കെ പിള്ളേരടിക്കുന്നതൊക്കെ തെറ്റല്ലേ? പെൺപിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്നു. എല്ലാവരും അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവരെവിടെയും എത്താതെ പോയത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാനും അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതിലും ഒരു വിഷമമുണ്ട്. നമ്മളെപ്പോലുള്ള യൂത്തിന് അവിടെ നിന്ന് വരുന്ന ഓരോ വീഡിയോസും വളരെ ബ്രൂട്ടലായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പം ഒത്തിരി വിഷമമുണ്ട്. ഇത് ഈ ഒരു നമ്മുടെ നാടിന് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും നടക്കത്തില്ല എന്നറിയാം. അപ്പം എന്തായാലും അതിന് വേണ്ട ആക്ഷൻ എടുക്കണം. CJP അവരുടെ സമരവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അതിനകത്ത് ഈ സംഘപരിവാറിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടെന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവരെ പ്രതിഷേധമായാലും എന്ത് കാര്യങ്ങളായാലും അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് ലൈക്ക് സ്റ്റുഡൻസ്, കാരണം നമ്മളിപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ അവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്ന് തന്നെയാണ്